ഹലോ ഗൈസ്, ഇന്ന് ഞാനേ ഒരു സിമ്പിൾ പരിപാടി കൊണ്ട് വന്നിക്കണം. ഒരു ബീഫ് സ്റ്റീക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുരുമുളകും ഉപ്പും മാത്രമൊക്കെ ഇട്ടിട്ട് നല്ല ഒരു സ്റ്റീക്ക് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റീക്ക് ഉണ്ടാക്കാൻ ഞാൻ നല്ല രണ്ട് അടിപൊളി പീസ് ബീഫ് എടുത്ത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലേ, നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒന്നും വേണ്ട, ജസ്റ്റ് വെറും ഉപ്പും നമ്മുടെ ഇത് മാത്രമേ ഇടുള്ളൂ. ഉപ്പും കുരുമുളകും. ഓക്കെ, അതിൻ്റെ ഒപ്പം നമ്മൾ ബ്രോക്കലി കൂടി ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ബ്രോക്കലി വിത്ത് ബീഫ് സ്റ്റിക്ക്. ബ്രോക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്രോക്കലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഈ ഒരു സാധനം, ഇതിൻ്റെ പേരൊക്കെ അറിയില്ല, പക്ഷെ നല്ല രസമാണ് അത് കഴിക്കാൻ. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രോക്കലിയുടെ കൂടെ സെറ്റാക്കി എടുക്കാം. ഇതാണ് സാധനം, ചെറിയ ക്യാബേജിൻ്റെ ഒരു സാധനം. സാധനം നല്ല നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത്. ക്യാബേജിൻ്റെ സ്മോൾ ക്യാബേജ് തോന്നും കണ്ട. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കിത് കുക്ക്. കുറച്ച് വെളുത്തുള്ളി, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒന്ന് എടുക്കാം. നമ്മൾ ഉപ്പ് ഇടണം ആദ്യം, രണ്ട് സൈഡും അത്യാവശ്യം ഉപ്പ് ഇട്ടേക്കുക. ഉപ്പും കുരുമുളകും മാത്രമേ നമ്മളിത് ചെയ്യുന്നുള്ളൂ. ഉപ്പ് അത്യാവശ്യം നല്ലോണം പുരട്ടി കൊടുക്കുക രണ്ട് സൈഡും. അടുത്തതായി നമുക്ക് കുറച്ച് പെപ്പർ ഇടാം. പെപ്പറാണ്, വെറും പെപ്പറും ഉപ്പും മാത്രം നമ്മൾ ഇട്ടിട്ടാണ് പൊരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മസാല നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മതി, വേറെ ഒന്നും വേണ്ട. അടിപൊളിയായിട്ട് നല്ല സ്റ്റിക്ക് നമുക്ക് എടുത്ത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നല്ല ചൂടായ ചട്ടിയൊക്കെ ജസ്റ്റ് ബട്ടർ വെച്ചിട്ടേക്ക് ഇടാം. ഓക്കെ, നമ്മൾ ചെറിയ മിനി കോൺ ഉണ്ട്, അതും ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ബ്രോക്കോളിൻ്റെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ശരിക്കും അത് ഗ്രില്ല് ചെയ്യേണ്ടതാണ്, പക്ഷെ നമുക്ക് ഗ്രില്ല് ചെയ്യാതെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബട്ടർ ഇട്ടിട്ട് ബീഫ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ബട്ടർ ഇടാം, നെക്സ്റ്റ് ബീഫ് ഇടാം. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് ബീഫ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ബീഫ് ജസ്റ്റ് വെച്ച് കൊടുത്ത് രണ്ട് സൈഡും പതുക്കെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിക്കോളും. പിന്നെ നല്ല സ്പ്രിംഗ് ഒനിയൻ ജസ്റ്റ് കണ്ടോട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങോട്ട് പിടുത്തം കിട്ടണല്ലോ ഗൈസ്, എല്ലാം ഞാൻ ഒറ്റക്കായതുകൊണ്ടല്ലേ എടുക്കുന്നവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ. നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ലും അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ സംഭവം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഇങ്ങനെ കഴിച്ച ശീലമല്ല, സ്പൈസി കഴിച്ചിട്ട് ശീലമുള്ളൂ, അതുകൊണ്ട് മാത്രം. എന്തായാലും രണ്ട് സൈഡിനെ മറിച്ചിട്ട് തിരിച്ചിട്ട് പതുക്കെ സ്ലോ കുക്കിൽ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്.
നമ്മളെ ബീഫ് ഉണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി സാധനം. അപ്പം നമ്മൾ ഇനി വെജിറ്റബിൾസ് ഒന്ന് പൊയിങ്ങെടുക്കാം. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് കൂടി നോക്കട്ടെ. അപ്പം നമ്മളെ പരിപാടി സെറ്റായി കണ്ടല്ലേ, അടിപൊളി നല്ലൊരു ഓറഞ്ച് ജ്യൂസും നമ്മുടെ സാധനം സെറ്റായി അല്ലേ. ബീഫ് ചിക്ക്, ഒരു റൊട്ടി പീസ്, ക്യാബേജ് വിത്ത് കോൺ, പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസും. നിനക്ക് വേണോ? കഴിച്ചോക്കണോ? കഴിച്ചോക്കെ. Want this mother to get well soon, then like and subscribe. This sick mother put her child's leg and hand in this liquid because when she came to know that she didn't have much time to live, she wanted to leave a memorable moment for her. The ഡിപ്പിൽ നിന്നാൽ സോസ് ഒക്കെ അടിപൊളിയുണ്ട്. സോസ് ഒക്കെ ഉണ്ടാക്കിയില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എന്താ രസം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഇതേപോലെ വരും.